എന്നുള്ള ശേഷം അങ്ങനെ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലേ. കണ്ടിട്ട് കുറേ നാളുകളായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് സാരി ഷേപ്പ് വെയേഴ്സിനെ പറ്റിയിട്ടാണ്. ആരൊക്കെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, ആർക്കൊക്കെ ഇത് ആവശ്യമുണ്ട്, ഏത് ടൈപ്പ് വാങ്ങിക്കണം, എങ്ങനെ ഇത് യൂസ് ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. അതോടൊപ്പം നമ്മൾ വേറെ 2 പ്രൊഡക്ട്സ് കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെൽ ബട്ടൺ കൂടെ നിൽക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ സാരി ഷേപ്പ് വെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും തന്നെ പറയുന്നുണ്ട്, ആ ഒരു പേജിൽ തന്നെയുണ്ട് നമ്മുടെ ബോഡിയുടെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. സാരി ഉടുക്കുന്ന സമയത്ത് നമ്മുടെ ബെല്ലി ഏരിയ അതുപോലെ തൈസ് അതൊക്കെ ഒന്ന് അതിൻ്റെ ഒരു ഷേപ്പ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, വളരെ മെലിഞ്ഞിരിക്കുന്ന എന്താ പറയുക അധികം വണ്ണില്ലാത്തവരൊന്നും ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. കാരണം ഇന്നർ സ്കേർട്ടുകൾ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ സാരി സ്കേർട്ടുകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ സാരി ഷേപ്പ് വെയേഴ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഇന്നർ സ്കേർട്ടുകൾ ഈ മെലിഞ്ഞിരിക്കുന്നവർക്കൊക്കെ അത് തന്നെയായിരിക്കും കൂടുതൽ നല്ലത്. അല്ലാതെ ബോഡി കുറച്ചൊന്ന് ചപ്പിയായിട്ടിരിക്കുന്ന എന്താ പറയുക, നല്ല ഇപ്പോൾ ഡെലിവറി 1-2 ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല വണ്ണം വെച്ചിരിക്കുന്നവർ, എന്നെപ്പോലെ ഇപ്പോൾ നമ്മൾ അറിയാമല്ലോ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഷേപ്പൊക്കെ അതുപോലെ നമുക്ക് പണ്ടത്തെ പോലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് അതുപോലെ ആക്കാനൊക്കെ ആയിട്ട് കുറച്ച് പാടാണ്. ആ ഒരു ടൈമിൽ കുറച്ച് അടിവയറും കാര്യങ്ങളും തൈസൊക്കെ നല്ല ഫാറ്റി ആയിട്ടിരിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ആ ഒരു ബോഡി ഒന്ന് ആ ഒരു ബോഡി ഷേപ്പ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ സാരി ഷേപ്പ് വെയേഴ്സ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇതിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. അതായത് ഇപ്പോൾ ഏകദേശം റേറ്റ് കുറഞ്ഞതും റേറ്റ് കൂടിയതും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത്യാവശ്യം വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ടൈപ്പ് നോക്കി വാങ്ങിക്കാം. അതിൽ പല ടൈപ്പ് ഉണ്ട്. ഫ്ലയർ വരുന്നുണ്ട്, താഴത്തോട്ട് ഇങ്ങനെ എന്താ ഫിഷ് കട്ട് പോലെ ഇങ്ങനെ ഫ്ലയർ ആയിട്ട് ഇങ്ങനെ എടുക്കുന്ന ടൈപ്പ് ഉണ്ട്. പിന്നെ ഒരു സ്ലിറ്റ് വരുന്നത്, 2 സ്ലിറ്റ് വരുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കംഫർട്ടബിൾ എന്ന് പറയുമ്പോൾ ഞാൻ പല ടൈപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഞാൻ എൻ്റെ എൻ്റെ ആ ഒരു പ്രഗ്നൻസി പീരീഡിലാണ് കേട്ടോ അത് വാങ്ങിയത്. ആ സമയത്ത് നമ്മൾ വല്ലാണ്ട് വണ്ണം വയ്ക്കുമല്ലോ, ആ ഒരു ടൈമിൽ നമുക്ക് ഇതൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ ഇടാൻ അത്ര ആ ഒരു ടൈമിൽ കംഫർട്ടബിൾ ആയിരിക്കില്ല. പക്ഷേ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സാരി ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു ഷേപ്പിനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അവിടെ ഇവിടെയൊക്കെ ചാടി നിൽക്കില്ല, നമ്മുടെ വയറാണെങ്കിലും തൈസ് ആണെങ്കിലും, അപ്പോൾ അതൊന്നും ബട്ടക്സ് ആണെങ്കിലും, അപ്പോൾ അതൊക്കെ ഒന്നും ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് സ്ലിറ്റ് വരുന്ന ടൈപ്പാണ്. 2 സ്ലിറ്റ് വരുന്ന ടൈപ്പും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു സാരി ഷേപ്പ് വെയർ ആണ്, ഷൈവയുടെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഇതാ ഇങ്ങനെയുള്ളൊരു റെഡ് കളറിലുള്ള ഷേപ്പ് വെയർ ഞാൻ വാങ്ങിക്കാം. നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ന്യൂഡ് കളേഴ്സ് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരുവിധം കുറേ കളേഴ്സിലുള്ള സാരികളുടെ കൂടെ നമുക്കത് പെയർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ കാര്യം പറഞ്ഞാൽ ഇവരുടെ ഈ ഒരു ബ്രാൻഡിന്റെ ഈ ഒരു ഷേപ്പ് വെയർ വന്നാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ നമുക്ക് കയ്യിൽ ഇങ്ങനെ ഒരു പിടിക്കൊതുങ്ങും, കണ്ടോ, അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്, നല്ല കംഫി ആയിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം വന്നിട്ട് ഇത് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഒരുവിധം ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന്. ബാക്ക് സൈഡ് നമ്മുടെ പ്രൊട്ടക്സിൻ്റെ ഭാഗമൊക്കെ കവർ ചെയ്യാനായിട്ടുള്ള കുറച്ച് ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. കുറച്ച് ലൂസ് ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ആ ഒരു ഏരിയ കവർ ചെയ്യാനായിട്ടാണ്. പിന്നെ ഇങ്ങനെ വന്നിട്ട് സ്ട്രെച്ച് ചെയ്യുന്ന നല്ല കംഫി ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് 2 സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ. കാണാം, ശ്രദ്ധിച്ചു, 2 സ്ലിറ്റ് വരുന്നുണ്ട്. ഇങ്ങനെ 2 സ്ലിറ്റാണ്, കണ്ടില്ലേ, 2 പീസസ് ആയിട്ട് 2 സ്ലിറ്റ് വരുന്ന ടൈപ്പിലുള്ള ഷേപ്പ് വെയർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസ് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റേ ഷേപ്പ് വെയറുകളുണ്ടല്ലോ, ഒരു സ്ലിറ്റ് വരുന്നതാണെങ്കിലും ഫിഷ് കട്ട് പോലെ വരുന്ന കുറച്ച് ഫ്ലയർ ടൈപ്പ് ആണെങ്കിലും നമുക്കത് ഇട്ട് നടക്കുമ്പോൾ കുഴപ്പമില്ല, കംഫർട്ടബിൾ ആണ്. പക്ഷെ ഓടുക ചാടുക അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വരുമല്ലോ. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്കത് കുറച്ച് ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്യും. പെട്ടെന്ന് അങ്ങോട്ട് നടക്കുക, നല്ല സ്പീഡിൽ നടക്കുക അല്ലെങ്കിൽ ഓടുക, അതിലൊന്നും അത്രയ്ക്ക് കംഫർട്ടബിൾ അല്ല. പിന്നെ ഇരിക്കുക, നമ്മളിങ്ങനെ ചമ്പളം പണിയൊക്കെ ഇരിക്കില്ലേ, അപ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല കേട്ടോ, ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. കാരണം 2 സ്ലിറ്റും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ഓടാനും ചാടാനൊന്നും വലിയ കുഴപ്പമില്ല. അതുകൂടാണ്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ചമ്പളം പണി ഇരിക്കുക, പെട്ടെന്ന് ഇരിക്കുക, അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ എന്താ പറയുക ഇന്നർ സ്കേർട്ടൊക്കെ ഇട്ടിട്ട് ഇരിക്കില്ലേ, അപ്പോഴുള്ളൊരു കംഫർട്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റും തരുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോൾ സാരി ഉടുക്കുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചായിട്ട് എടുക്കുന്നവർക്ക്, അതായത് നമ്മുടെ ഇന്നർ സ്കേർട്ട് എനിക്കുള്ളൊരു പ്രശ്നമാണ്. നമ്മൾ ഇന്നർ സ്കേർട്ട് ഇട്ടു, അതിട്ട് കഴിഞ്ഞിട്ട് എത്ര ടൈറ്റ് ചെയ്താലും എനിക്കത് ലൂസാകും. കുറച്ച് കഴിയുമ്പോൾ അത് ഇറങ്ങി വരും. അത് ഞാൻ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അതങ്ങനെയാണ്. എത്ര നമ്മൾ സെറ്റാക്കി വെച്ചാൽ ഇവിടെ ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്, ഇവിടെ ഇരുന്നോളും എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും അത് ഇറങ്ങി വരും. ഇന്നർ സ്കേർട്ട് കിട്ടുമ്പോൾ എനിക്കുള്ള പ്രശ്നം വല്ലാണ്ട് ടൈറ്റായിട്ട് ഇറങ്ങി വരണ്ടെന്ന് കരുതിയിട്ട് വല്ലാണ്ട് ടൈറ്റായിട്ട് കിട്ടുമ്പോൾ അവിടെ നല്ല പാടും വീഴും.
നമ്മുടെ ആ വേസ്റ്റിൻ്റെ അവിടെ ടൈറ്റ് ആയിട്ട് കെട്ടുമ്പോഴുള്ള ബുദ്ധിമുട്ടോ പാടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതിന് നല്ലതാണ് ഈ ഒരു ഷേപ്പ് വെയേഴ്സ്, സാരി എന്താ പറയുക, സാരി ഷേപ്പ് വെയറുകൾ. ഇത് 85% നൈലോൺ ആണ് ഈ ഒരു മെറ്റീരിയൽ. ഇത് ഏതാ യുണൈറ്റഡ് ക്ലാസിക് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. ഷൈവേന്ന് വാങ്ങിയതാണ്. ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ്, ഇങ്ങനത്തെ പ്രൊഡക്റ്റ് തന്നെ നോക്കി വാങ്ങിക്കുക. ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഞാൻ അത് പറഞ്ഞില്ലേ, ഇനി 2 ഐറ്റം കൂടെ കാണിക്കാണ്ടെന്ന്. അത് 2 നൈറ്റ് വെയർ സെറ്റ്സ് ആണ് കേട്ടോ. ഇതെൻ്റെ ഒരു നൈറ്റ് വെയർ ആണ്. അപ്പോൾ ഇത് എനിക്ക് ഇങ്ങനത്തെ ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ ആകെ കേടായി തുടങ്ങിയിട്ടുണ്ട് ഇട്ടിട്ട്. അപ്പോൾ ഞാൻ രണ്ടെണ്ണം ഈ സാരി ഷേപ്പ് വാങ്ങിയതിനൊപ്പം ഷൈവേന്ന് വാങ്ങിയതാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള അടിപൊളി നൈറ്റ് വെയേഴ്സ് ആണ്. അപ്പോൾ എനിക്കറിയാം ഷൈവേ എന്ന് പറയുന്നത് ഓൺലൈനായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഷോപ്പിംഗ് സൈറ്റ് ആണ്. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ബ്രാസ് ഉണ്ട്, ബാഗീസ് ഉണ്ട്, പിന്നെ ഇതുപോലെ നൈറ്റ് വെയർ സെറ്റ്സ് ഉണ്ട്, സാരി ഷേപ്പ് വെയർ ഉണ്ട്, അങ്ങനെ ഒട്ടേറെ ഐറ്റംസ് ഉണ്ട്. അവരുടെ ഒരു സൈറ്റിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കാണാൻ പറ്റും. ഡിഫറെൻറ്റ് ഓരോ ഡ്രസ്സിൽ നമുക്ക് സ്യൂട്ട് ആകുന്ന തരത്തിലുള്ള ബ്രാസ്, കാമി ബ്രാ ഉണ്ട്, നഴ്സിംഗ് ബ്രാ ഉണ്ട്, സ്പോർട്സ് ബ്രാ ഉണ്ട്, അങ്ങനെ ഒട്ടേറെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുറേ ഓഫേഴ്സ് ഉണ്ട്. നമ്മൾ എന്ത് വാങ്ങുമ്പോഴും ഓരോ മന്തും ഓരോ ടൈപ്പ് ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അവരുടെ പേജ്, അവരുടെ ആ ഒരു സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അവർ വന്നിട്ട് ഷൈവയുടെ ഒരു അടിപൊളി നൈറ്റ് വെയർ ആണ് കേട്ടോ. ഒരു പൈജാമ സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ വന്നിട്ട് എന്താ പറയുക, ഷെൽ പിങ്ക് എന്നാണ് പറയുന്നത്. നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. പിങ്ക് കളറാണ് ഇത് വരുന്നത്. ഫുൾ സ്ലീവ് ആണ്. സ്ലീവിൻ്റെ അവിടെയൊക്കെയുള്ള പാറ്റേൺ കണ്ടോ. സ്ലീവിൻ്റെ ഒരു പാറ്റേൺ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഫുൾ ഓപ്പൺ ആണ് ഫ്രണ്ട് പോർഷൻ. ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നെക്ക് കണ്ടോ, കോളർ നെക്കാണ്. എന്താ ഭയങ്കര ബ്രീത്തബിൾ ആയിട്ടുള്ള, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇടുമ്പോൾ നമ്മൾ ഇട്ടുന്നേ തോന്നില്ല, അതുപോലെ സോഫ്റ്റ് ആണ് കേട്ടോ. ബട്ടറി സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. അത്രയും കംഫർട്ടബിൾ ആണ്. നമ്മുടെ സ്കിന്നോട് ഇങ്ങനെ ഇറുകി കിടക്കുന്ന ഒരു ടൈപ്പ് കേട്ടോ. ഇനി ഇതിൻ്റെ ബോട്ടംസ് വരുന്നത് ഇങ്ങനെ പൈജാമ സെറ്റ് ആണല്ലോ. അപ്പോൾ ഫുൾ ലെങ്ത്തിലുള്ള പാൻസ് ആണ്. പാൻറ്റും കാര്യം അതുപോലെ തന്നെ സെയിം കളറിൽ വരുന്നതാണ്. പോക്കറ്റ്സ് ഉണ്ട്, 2 സൈഡിലും ഇതിന് പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രോ സ്ട്രിങ് ഉണ്ട്, ഇലാസ്റ്റിക് ഉണ്ട്. ഓൾസോ ഇതിൻ്റെ കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഡ്രോ സ്ട്രിങ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചിപ്പോൾ വേസ്റ്റൊക്കെ കുറവുള്ളവരാണെങ്കിൽ നമുക്ക് ഈ ഡ്രോ സ്ട്രിങ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇലാസ്റ്റിക് വരുന്നുണ്ട്. സൈസ് കൂടിയവരാണെങ്കിൽ കുറച്ചുകൂടെ ഇലാസ്റ്റിക് അങ്ങനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാമല്ലോ. പിന്നെ 100% കോട്ടൺ ആണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല കളറല്ലേ, എനിക്ക് ഇത്രയും കളറുകൾ. ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന കളേഴ്സൊക്കെ എനിക്ക് ഒരുവിധം ഭയങ്കര ഇഷ്ടം. നൈറ്റ് വെയർ വന്നിട്ട് ഒരു കാപ്രി ടൈപ്പാണ് കേട്ടോ. ഇതും സെയിം മെറ്റീരിയലാണ്. ഷൈവയുടെ തന്നെ ഇതേ കണ്ടോ, അതേ ഒരു കളർ ചേഞ്ചിൽ വരുന്നതാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് മഹാഗണി ബ്രൗൺ എന്നാണ് അവരതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഒരു ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ അത്. നല്ല ഇതിൻ്റെ പാൻസ് 3/4 പാൻസ് ആണ്. ഇതിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ്ങും ആ ഒരു കട്ടിങ് പാറ്റേൺ ഒക്കെ നൈസ് ആയിട്ടുണ്ട് കേട്ടോ. അത് ഇട്ട് കാണിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും. ഓൾസോ ഇതിനും ഇലാസ്റ്റിക് ഉണ്ട്. വേസ്റ്റ് ബാൻഡ് ആയിട്ട് വരുന്ന ഒരു സ്ട്രിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. നല്ല ബ്രീത്തബിൾ ആണ്. ഞാൻ മീഡിയം സൈസാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്തായാലും നൈറ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ലൂസ് ടൈപ്പ് അല്ല. ഇതിൻ്റെ ഒരു ടോപ്പ് വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ലീവ് ഹാഫ് സ്ലീവ് ആണ് വരുന്നത്. പിന്നെ ഇതിൽ ചെറിയൊരു പ്രിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് വൈബ്സ് എന്നിങ്ങനെ പ്രിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല കംഫി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് ഇതിനെ പറ്റിയൊന്നും പറയാനില്ല. 100% കോട്ടൺ ആണ്. സെയിം മെറ്റീരിയൽ ആണ്. നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഇതിൽ ഒട്ടേറെ കളർ ചേഞ്ചസ് ഉണ്ട്. വേറെ ടൈപ്പുകളൊക്കെ. ഇത് രണ്ടാണ് ഞാൻ കാണിക്കാനെന്ന് പറഞ്ഞ ഐറ്റംസ്. ഞാൻ 3 വാങ്ങിയിട്ടുള്ളത് ഷൈവയിന്നാണ്. ലിങ്ക്സ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ നല്ലൊരു ടോപ്പിക് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് കാണാം. അതുവരെയും എല്ലാവരും നല്ല ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.